കായംകുളത്തെ ദേശീയപാത വികസനം സംബന്ധിച്ച് ജില്ലാ വികസന സമിതിയിൽ എംഎൽഎയുടെ പുതിയ പ്രമേയ അവതരണം വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. എംഎൽഎയുടെ നീക്കത്തെ തൂണിന്മേലുള്ള ഉയരപാത സമരസമിതി സ്വാഗതം ചെയ്തപ്പോൾ രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയരപാത സ്ഥാപിക്കണമെന്ന അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎയുടെ ജില്ലാ വികസന സമിതിയിലെ പ്രമേയം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയാണ്. എംഎൽഎയെ സ്വാഗതം ചെയ്തുകൊണ്ട് കായംകുളത്ത് ദേശീയപാതയിൽ ഉയരപാത സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതി രംഗത്തെത്തിയപ്പോൾ എംഎൽഎ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. ദേശീയപാത 66 നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഒഴിവാക്കുന്നതിന് പ്രാരംഭഘട്ടത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കാതിരുന്ന യു പ്രതിഭ എംഎൽഎ ഇപ്പോൾ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ ജില്ലാ വികസന സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആരോപിച്ചു. ദേശീയപാത വികസനം സംബന്ധിച്ച് ജില്ലാ വികസന സമിതിയിൽ എംഎൽഎയുടെ പുതിയ പ്രമേയാവതരണം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. എംഎൽഎയുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇ സമീർ ആരോപിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരക്ഷരം മിണ്ടാതിരുന്ന എംഎൽഎ യു പ്രതിഭ ആരെ പറ്റിക്കാനാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായ MP ഷാജഹാൻ ചോദിക്കുന്നു. എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ജനകീയ സമരസമിതിയോടൊപ്പം ചേർന്ന് നിന്ന് സമരം ചെയ്ത താനടക്കമുള്ള ജനപ്രതിനിധികളെ കള്ളക്കേസിൽ കുടുക്കുകയും പോലീസിനെ കൊണ്ട് സമരത്തെ അടിച്ചമർത്താൻ നേതൃത്വം നൽകുകയും ചെയ്തയാളാണ് എംഎൽഎ. പുതിയ UDF നഗരഭരണ നേതൃത്വം മുഖ്യ അജണ്ടയായി ഉയരപ്പാതയ്ക്ക് വേണ്ടി പ്രമേയം കൊണ്ടുവന്നതിൽ വിരളി പൂണ്ടാണ് എംഎൽഎ പുതിയ ചെപ്പടി വിദ്യയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും MP ഷാജഹാൻ ആരോപിക്കുന്നു. CDNet ന്യൂസ്, കായംകുളം.